നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പ്രീതിക്കുള്ള സേമിയ പായസത്തിൽ വിഷം ചേർത്തയാൾ, ഒരു പിഞ്ചു കുഞ്ഞു പിറവിയെടുക്കും മുമ്പേ അരിഞ്ഞു തള്ളിയാൾ. ഇക്കൂട്ടത്തിൽ തന്നെയുണ്ട് മാം ആള്. പ്രീതി കഴിച്ച പായസത്തിൽ വിഷം ഉണ്ടായിരുന്നു എന്ന് ഞാൻ എവിടെയും പറയും. ഇടയ്ക്ക് പാകം നോക്കാൻ ഞങ്ങൾ അവിടെ ചെന്നപ്പോ ഒരാള് പായസത്തിൽ എന്തോ ഇളക്കിക്കൊണ്ട് നിൽക്കുന്നത് കണ്ടു. ആൻറ്റി എന്താ ആലോചിക്കുന്നേ? ഞാൻ പറഞ്ഞതൊക്കെ വർക്കൗട്ട് ആവുന്നുണ്ടെന്ന് തോന്നുന്നു. ഭാമേ, നീ എന്തേ ആലോചിച്ചു കൂട്ടുന്നത്? സത്യഭാമ എന്തൊരു വലിയ വിഡ്ഢിയാണെന്ന് ആലോചിക്കായിരുന്നു രാഘവേട്ട. അതിപ്പോഴാണോ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? പാമ്പിന് ഞാൻ പാല് കൊടുത്ത് വളർത്തിയത്. അതെന്റെ മകളുടെ വയറ്റത്ത് തന്നെ കൊത്തുമെന്നും നമ്മുടെ പരമ്പരയെ തന്നെ മുറിക്കുമെന്നും ഞാൻ കരുതിയില്ല. എന്നെ കണ്ടുപിടിച്ചോ? ഭാമേ, നീ ആരുടെ കാര്യ പറയുന്നേ? ഇവരുടെ കാര്യം തന്നെയാ. ഇവര് മണ്ടിയല്ല, മരമണ്ടിയാ. എന്റെ അമ്മ എന്തൊക്കെയാ പറയുന്നേ? മതിയടാ, ഇനി നീ നിന്റെ ഭാര്യയെ രക്ഷിക്കാൻ നോക്കണ്ട. എനിക്കെല്ലാം മനസ്സിലായി. എന്റെ അമ്മ ശാലി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അമ്മയ്ക്ക് വേണ്ടിട്ടാ, അമ്മയെ രക്ഷിക്കാൻ വേണ്ടിട്ട്. നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത വിവരം എന്നീന്ന് മറച്ചു വെച്ചതും അതിനു വേണ്ടിയിട്ടായിരിക്കും അല്ലേ? എടാ, ഒരു 100 വട്ടം ഞാൻ ചോദിച്ചു വിഷ്ണു എവിടെയെന്ന്. അപ്പോഴെല്ലാം സമർത്ഥമായ നുണകൾ കൊണ്ട് എന്റെ കണ്ണ് വെട്ടുകയായിരുന്നു ഇവിടെ. അറസ്റ്റ് വിവരം ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഈ സത്യഭാമയുടെ മകൻ ഒരു നിമിഷം പോലും ലോക്കപ്പിൽ ഉറങ്ങേണ്ടി വരില്ലായിരുന്നു. ചെളി വന്ന് വീണതേ ഈ സത്യഭാമയുടെ മുഖത്താ, സത്യഭാമയുടെ മുഖത്ത്. അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ടായിരുന്നു അമ്മേ. അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചത് ഒരു തെറ്റാണെങ്കിൽ ആ തെറ്റ് ചെയ്തത് ഞാനാ. എന്നെ പോലീസ് കൊണ്ടുപോയ വിവരം അമ്മ അറിയരുതെന്നേ എല്ലാവരുടെ എടുത്തു പറഞ്ഞതേ ഈ ഞാനാ. അമ്മയുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന കാര്യമൊന്നും ഈ സമയത്ത് പറയാൻ പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടാ. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിലും ഒരു പക്ഷെ അമ്മ തിരിച്ചു കിട്ടില്ലെന്ന ഡോക്ടർ പറഞ്ഞേ. ഭാമേ, അവൻ പറഞ്ഞത് സത്യമാ. അതൊരു തെറ്റാണെങ്കിൽ ഞാനും അതിലൊരു പങ്കാളിയല്ലേ? അതൊരു തെറ്റ് തന്നെയായിരുന്നു. അമ്മയുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന ഒന്നും ഉണ്ടാവരുതെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ മനസ്സ് വിഷമിപ്പിച്ചില്ല അല്ലേ? Excuse me. We are from Forensic Department. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.